ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്. വലിയ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. King of Earth, Nine of Earth, Three of Cups, Justice, the Hermit, the Emperor. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്, ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? പേജ് ഓഫ് എർത്ത് ആണ്. അതായത് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങളിവിടെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. വളരെ മനോഹരമായ എനർജിയാണ്. കണ്ടില്ലേ, ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരുന്നുണ്ട്. അതായത് ജോലിക്കുള്ള ഓഫർ ലെറ്റർ ആണത്. നിങ്ങളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയോ അല്ല എങ്കിൽ നിങ്ങളിത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാവാം, നിങ്ങളിത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാവാം. ഇത് എന്തായാലും ശരി, നിങ്ങൾക്ക് ആർക്കൊക്കെയോ, ഇപ്പോൾ നിങ്ങൾ ജോബ് നോക്കിയിരിക്കുന്നവർക്ക്, അതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ജോബ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? നല്ലൊരു ജോലിയിലേക്ക് പോകാനുള്ള എനർജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഏസ് ഓഫ് എർത്തിന്റെ എനർജിയാണ്. അതായത് ഏസ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജി. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു തുടക്കമാണ്. ഇവിടെയും കണ്ടില്ല, ഇവിടെയും ജീവിതത്തിൽ ഒരു തുടക്കമാണ് വരാൻ പോകുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ, ജോബ് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികം കിട്ടാൻ വേണ്ടി തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ സമ്പത്തിൻ്റെതായ ഒരു തുടക്കം വരുന്നുണ്ട്. സാമ്പത്തികത്തിൻ്റെതായ തുടക്കമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അബണ്ടൻസ്, അതിനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്, ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ വരുമാന മാർഗങ്ങൾക്ക് പുതിയ പുതിയ ചില സ്രോതസ്സുകൾ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്രോതസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ജോബ് ലഭിക്കുന്നതാവാം. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈഗോയാണ്. ഈഗോ വന്നിട്ടുണ്ട്, മൂൺ വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈഗോ എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങളെ ഇവിടെ ആരെങ്കിലും ഒക്കെ ബാധിച്ചിട്ടുണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുന്ന ചില എനർജീസ് ഉണ്ട്. അത് ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അഭിവൃദ്ധിയെ തടയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒന്നും നടക്കാത്ത എനർജി ഉണ്ടാവാം. അത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം, ഇത് എനിക്ക് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചാൽ പോലും, അല്ല എങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അടുത്ത് വന്നാൽ പോലും അതിനെ അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് കളയുന്ന എന്തോ എനർജി നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് മാനസിക സംഘർഷം, മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങളൊരു കൂട്ടിൽ കിടക്കുന്ന കിളിയെ പോലെ, കൂട്ടിലടച്ച കിളിയെ പോലെ നിങ്ങൾ ജീവിച്ച സാഹചര്യമുണ്ടാവാം. അവിടെ നിങ്ങൾക്ക് ഒരുപാട് പേടി. ഇനി എങ്ങനെയാണ്, അടുത്തത് മൂൺകാർഡാണ് വന്നിരിക്കുന്നത്, ഇനി എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്? ഇല്യൂഷനിൽ പെട്ട് കഴിയുന്നു, ഇല്യൂഷൻ ഉണ്ടാവുന്നില്ല.
അത്തരം ഒരു അവസ്ഥയിൽ നിങ്ങൾ കഴിയുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ ഇൻഡ്യൂഷൻ കിട്ടി മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഉയർച്ചയിലേക്ക്, ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക്, ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വന്നിരിക്കുന്ന നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതിനായിട്ട് തന്നെ കരുതി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എനിക്ക് ഇപ്പോൾ വരുന്ന ഈ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നഷ്ടത്തിലൂടെയാണ് നേടാൻ കഴിയുന്നത്. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു ലാഭം നേടിയെടുക്കാൻ പറ്റൂ. ആഗ്രഹിക്കുന്ന സക്സസ് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരാജയം അതിൻ്റെ പിന്നിലുണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടപ്പെട്ട അവസ്ഥയാണ്, നിങ്ങൾക്ക് ഫ്രീഡം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നിങ്ങൾ കഴിയുന്നത് എന്ന് കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കാത്ത എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെയും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യത്തിൽ പെട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഈ രണ്ട് കാർഡ്സും പറയുന്നത്. രണ്ടും മേജർ അർക്കാന കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. മേജറായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പരാജയമാണ് ഇവിടെ രണ്ടിലും പറയുന്നത്. അപ്പോൾ ഈ പരാജയത്തിൽ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് ഏറ്റവും വലിയ ഒരു വിജയത്തിലേക്ക് വരുന്നത്, ഏറ്റവും നല്ല ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ വരുന്നത് ആ ഒരു പരാജയത്തിൽ നിന്നാണ്. കാരണം ഇവിടെ കിങ് ഓഫ് എർത്ത് വന്നിട്ടുണ്ട്, അതായത് സമ്പത്തിന്റെ രാജാവാകുന്ന എനർജി. നിങ്ങൾക്ക് സാമ്പത്തികത്തിന്റെ രാജാവാകാൻ കഴിയുന്ന തൊട്ടടുത്ത് വന്നിരിക്കുന്നത് 9 ഓഫ് എർത്ത് ആണ്, 9 ഓഫ് പെന്റക്കിൾസ് ആണ്. 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെതായ സഫലതയാണ്. മനസ്സിലായോ? പൂർണ്ണമായില്ല എങ്കിൽ പോലും അതിൻ്റെതായ സഫലത അനുഭവിക്കാൻ സാധിക്കുന്ന വളരെ നല്ല എനർജിയാണ്. കണ്ടില്ലേ? ഈ ഒരു നഷ്ടത്തിൽ നിന്നാണ് നിങ്ങൾ ഈ ലാഭം കൊയ്യാൻ പോകുന്നത്. നഷ്ടങ്ങൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു, അതിന് സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങൾ ഡിവൈനിലേക്ക് കൂടുതൽ സമർപ്പണം ചെയ്ത് ഡിവൈനുമായിട്ട് കൂടുതൽ കണക്റ്റായിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഏറ്റവും വലിയ സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് ഇവിടെ കാണുന്നത്. പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാമ്പത്തികം കൂടുതലായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു രാജാവായിട്ട് വാഴാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? ഇനി ഏത് വിധത്തിലുമാകാം. പുതിയ ജോബ് ലഭിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ ബോട്ടം വന്നിട്ടുണ്ട്. അതുപോലെ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ ധാരാളമായിട്ട് നിങ്ങൾക്ക് സമ്പത്തിൻ്റെതായ എനർജിയാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് പെന്റക്കിൾസ്. അവസരങ്ങളും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ സമ്പത്തിന്റെ സഫലത വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതുവഴി നിറഞ്ഞ ആ ഒരു മണി എനർജി അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ല എനർജിയാണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് 3 ഓഫ് വാട്ടർ ആണ്. 3 ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? കപ്പല്ലേ, കപ്പ് വാട്ടർ സൈൻ അല്ലേ? ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ ചുറ്റിനും പറക്കുകയാണ്. കണ്ടില്ലേ ഇവിടെ ബട്ടർഫ്ലൈസ് ഇരിക്കുന്നത്? അപ്പോൾ ബട്ടർഫ്ലൈസ് ഒക്കെ കൂടുതൽ പറക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ മാറ്റം വരികയാണ്. നിങ്ങൾക്ക് നല്ലൊരു പരിവർത്തനത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ സന്തോഷത്തിൻ്റെതായ എനർജിയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. കാരണം വന്നിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹമാകാം. അതുപോലെ ജോലി ലഭിച്ചതിന്റെ എനർജി ആവാം ഇവിടെ. ചിലപ്പോൾ ജോലി ലഭിച്ചിട്ട് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ടാവാം. കാരണം ഇതുവരെ അത് വന്നിരിക്കുന്ന പരാജയങ്ങളിൽ നിന്നും മുന്നോട്ട് വരികയല്ലേ. കൂട്ടിലടച്ച കിളിയെ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ കഴിഞ്ഞിരുന്ന നാളുകളിൽ നിന്നും മുന്നോട്ട് വരികയാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു. അവിടെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നു. നല്ല ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ ചവിട്ടിത്താഴ്ത്തിയിരുന്ന ആ സാഹചര്യത്തിൽ നിന്നുമാണ് നിങ്ങളിവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജസ്റ്റിസ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മ കുറച്ചൊക്കെ റിലീസ് ആവുന്നു. നിങ്ങൾ നല്ല കർമ്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നല്ല ഫലമാണ് നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായ റിസൾട്ട് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഈ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ ജീവിതത്തിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മാറ്റത്തെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവണം. നിങ്ങൾ അതുപോലെ പ്രയത്നിച്ചിട്ടുണ്ടാവണം. ചിലപ്പോൾ കോടതി വഴി കേസുകളിലൊക്കെ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. അവിടെ നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടാവാം അവിടെ ഒരു സക്സസ് ലഭിക്കാൻ വേണ്ടി. അത് നിങ്ങളുടെ വാക്കിലൂടെയും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നീതിദേവത നിങ്ങളോട് കനിവ് കാട്ടുന്നു. ശനീശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളുടെ കർമ്മ കുറച്ചൊക്കെ റിലീസായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്പർ 8 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ അബണ്ടൻസിന്റെ എനർജിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സമൃദ്ധി അനുഭവിക്കാൻ സാധിക്കുന്നു. സമൃദ്ധി എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സമൃദ്ധി അനുഭവിക്കാൻ സാധിക്കും. കുടുംബപരമായിട്ട് സ്നേഹത്തിന്റെ കാര്യത്തിൽ ഇവിടെ സമൃദ്ധി അനുഭവിക്കുന്നുണ്ട്. മാറ്റം കൊണ്ടുവരുന്നുണ്ട്. കണ്ടില്ലേ, മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നാണ് ഇവിടെ കാണുന്നത്. അതുവഴിയാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമല്ലേ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഒരു നീതി നടപ്പാക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ നടന്നു വന്ന വഴികൾ, പരാജയത്തിൻ്റെതായ വഴികൾ, അതുപോലെ തന്നെ എന്താണ് മുള്ളിൽ ചവിട്ടിയുള്ള ജീവിതം, കൽപാദങ്ങളിൽ ഏറ്റ മുള്ളുകളെ എടുത്ത് കളഞ്ഞ് മുന്നോട്ട് വളരെയധികം സൗഖ്യം പ്രാപിച്ച് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതൊരു കാര്യത്തിലായി നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ കേസ് കൊടുത്തിട്ടുണ്ടാവാം. പല കാര്യങ്ങളിലും നിങ്ങളെ അമ്പയെ പരാജയപ്പെടുത്തുന്ന എനർജി ഇവിടെ ഉണ്ടാവണം. കണ്ടില്ലേ, ഇവിടെ നിങ്ങളെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധം, നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ്സിലേക്ക് പോകാൻ സാധിക്കാത്ത വിധം, അതിനെ നിങ്ങൾക്ക് തടയുന്ന വിധം ഇവിടെ ആൾക്കാരുണ്ട് നിങ്ങൾക്ക് എതിരായിട്ട് പണി തരാൻ. അങ്ങനെ അതിനെതിരായിട്ട് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വിജയത്തിൽ എപ്പോഴും ഒരു ദൃഷ്ടിയുള്ള ചില ആൾക്കാരുണ്ടാവാം. അവിടെ അസൂയ നിറഞ്ഞ ദൃഷ്ടികൾ ഉണ്ടാവാം. അവിടെ നിന്നൊക്കെ നിങ്ങൾ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അവരതിനായിട്ട് പാടുപെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് വേണ്ടി പാടുപെട്ടിട്ടുണ്ടാവും. നിങ്ങൾ മുന്നേ നേരെ ചൊവ്വേ ഒന്ന് ഒരു ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ അവിടെ നിന്നെല്ലാമാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നുണ്ട്. അതുവഴി നിങ്ങൾ അബണ്ടൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ കുറെ കർമ്മയൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് റിലീസ് ആവുന്നുണ്ട്. അതുവഴിയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സക്സസ്സിലേക്ക് വരാൻ കഴിയുന്നത്. നിങ്ങളിവിടെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇൻസൈറ്റ് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉൾവെളിച്ചത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഹെർമിറ്റാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഈ ഒരു ഹെർമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കയ്യിലെ വെളിച്ചം കൊണ്ട്, അല്ലാതെ ഉള്ളിലെ വെളിച്ചം കൊണ്ട് ജീവിതത്തിൽ പ്രോഗ്രസ് വരുത്തുന്ന ഒരു വ്യക്തിയാണ്. അഭിവൃദ്ധി ജീവിതത്തിൽ ഉണ്ടാവും. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഉൾവെളിച്ചം ലഭിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെ പോകണം, നിങ്ങളുടെ ഉള്ളിലേതായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നു. നിങ്ങൾക്കിനി മറ്റാരെയും ആശ്രയിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ അത്രമാത്രം ഉയരത്തിലേക്ക് വരുന്നു. ഇവിടെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു, പരിവർത്തനത്തിന് വിധേയമാകുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ സെലിബ്രേഷൻ നടത്തുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും വലിയൊരു നഷ്ടം വന്നതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ സൗഖ്യത്തിലേക്ക് വരുന്നത് എന്ന്, സൗഭാഗ്യത്തിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു ഹെർമിറ്റ് പറയുന്നത്. അതുപോലെ നിങ്ങളെ മറ്റുള്ളവരുടെ ഗുരുവായിട്ട് കരുതുന്ന എനർജി ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് ഇപ്പോൾ മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി മറ്റുള്ളവർ നിങ്ങളെ അവരുടെ ഗുരുവായിട്ട് സങ്കല്പിക്കുന്നു, മനസ്സിൽ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ സമീപിക്കുന്ന എനർജിയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് സൈക്കിക് എബിലിറ്റി വർദ്ധിക്കുന്നുണ്ട്, ഇൻസൈറ്റ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് എംപററാണ്. കണ്ടില്ലേ, ഓർഗനൈസേഷൻ ലീഡർഷിപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ്, വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ. ഒരു സ്ഥായി ഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. സ്ഥിരത നിലനിർത്താൻ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും സ്ഥിരത നിലനിർത്താൻ വലിയ ഒരു സിംഹാസനത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ അനുഗ്രഹങ്ങളുടെ വർഷമാണ് ഇവിടെ വരുന്നത്. അനുഗ്രഹം ചൊരിയുകയാണ്. ഏഞ്ചൽസിന്റെ ആയാലും ഡിവൈനിൽ നിന്നായാലും നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ
കാണുന്നത്. ഇവിടെ നമ്മൾ എംപററുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർക്ക് അധികാരിയായിട്ട് നിൽക്കുന്ന എനർജി. മറ്റുള്ളവർ നിങ്ങളെ അവരുടേതായ ഒരു നേതൃത്വ സ്ഥാനം തന്ന, ഒരു നേതാവായി കരുതുന്ന എനർജി, അങ്ങനെ തന്ന് നിങ്ങളെ ബഹുമാനിക്കുന്ന എനർജി. ഒരുപാട് നോളജുള്ള വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങളെ കവിഞ്ഞ് നിങ്ങളുടേതായ ഈ ഹൈ എനർജി നിലനിർത്താൻ മറ്റൊരു വ്യക്തിക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പല കാര്യങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നുണ്ടാവണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുന്നു. അതുപോലെ ജീവിതത്തിലായാലും കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്പർ 4 ആണ്, സ്റ്റെബിലിറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ജോബ് ലഭിക്കാൻ പോകുന്നുണ്ട്, ജോബ് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്. അതുമല്ല, സാമ്പത്തികത്തിൻ്റെതായ സഫലത അനുഭവിക്കണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. പുതിയ പുതിയ മാർഗങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നുണ്ട്. അത് സാമ്പത്തിക വരുമാനത്തിൻ്റെതായ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കിങ് ഓഫ് എർത്ത്, കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി, സമ്പത്തിന്റെ രാജാവാകാനും നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഇവിടെ അത്രയ്ക്ക് നല്ല കാർഡ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ മേജർ അർഖാന തന്നെ വന്നിരിക്കുന്നത് ഈഗോ, മൂൺ 2, 3, 4, ഹെർമിറ്റ്, എംപറർ 5 കാർഡ്സ് കൂടുതലായിട്ടും അതാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? കൂടുതലായിട്ടും നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് മേജർ അർഖാന കാർഡ്സ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേജർ ബ്ലെസ്സിങ്സ് തന്നെയാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. നമുക്ക് നോക്കാവേ, ഒറക്കിൾ കാർഡ്സ് ഒന്ന് നോക്കാവേ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദത്തിൽ നിന്നുമാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകാൻ കരുത്ത് നേടി വന്നത്. നിങ്ങൾക്ക് ഇതുവരെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഈഗോയാണ്. ടാരോ കാർഡ്സ് എടുത്തപ്പോൾ ഈഗോയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അതായത് ഡബിളിന്റെ എനർജിയാണ് വന്നിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് മെന്റൽ കോൺഫ്ലിക്റ്റ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഇതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് വരുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഇതിന് ബോട്ടം വന്നിരിക്കുന്നത് മൂവിങ് ഓൺ ആണ്. മൂവിങ് ഓൺ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ഈ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ നിന്നും അനാവശ്യകരമായ കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ ദൈവികമായ ഒരു വെളിച്ചത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ പോകുന്നത്. ദൈവികമായ അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. വളരെ വലിയ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. മൂവിങ് ഓൺ ആണ്. നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. സേക്രൽ ചക്ര എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമുക്ക് 7 ചക്രാസിൽ രണ്ടാമതായി വരുന്നതാണ് സേക്രൽ ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സേക്രൽ ചക്രയുടെ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എനർജിയാണ്, സൃഷ്ടിക്കാനുള്ള എനർജി. നിങ്ങളുടെ സർഗാത്മകത എന്ന് പറയുന്നത് എന്താണ്? അതിനെ നിങ്ങൾക്ക് ഉദ്ദീപിപ്പിച്ച് കൊണ്ടുവരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനെ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് കഴിവാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത്, മനസ്സിലായി? നിങ്ങൾക്ക് ദൈവികമായ കഴിവ് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻപേ തന്നെ ജെനുവിനായിട്ട് തന്നെ ചില കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതിനെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഈ ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. എന്നിൽ ഇന്ന പോലെ കഴിവുകൾ ഉണ്ടല്ലോ എന്ന്. അതിനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ആ കഴിവിനെ ബിൽഡപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ചൂസ് വൈസ്ലി എന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇങ്ങനെ മനപ്രയാസം അലോസരപ്പെടുത്തും. കാരണം കൺഫ്യൂസ്ഡ് ആക്കും, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ നേരെ തന്നെ പോകൂ, വെളിച്ചത്തിലേക്ക് തന്നെ പോകൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ പോകുന്നത് വെളിച്ചത്തിലേക്ക് തന്നെയാണ്. അതാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യേണ്ട വഴിയും അത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്. നമ്പർ 4 ആണ് ഇവിടെ, എംപററുടെ നമ്പർ 4 ആണ്.
കണ്ടില്ലേ? ഇവിടെ 44 444 ഒക്കെ കാണുന്നവരുണ്ടാവും. അതുപോലെ തന്നെ 999 വന്നിട്ടുണ്ട്, അതുപോലെ 88 വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നമ്പേഴ്സ് തരത്തിലുള്ളത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യണം. അത്യാവശ്യമാണ്. അങ്ങനെ ക്ലെയിം ചെയ്തുകൊണ്ട് കമന്റ് ഇടണേ. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, എല്ലാ കാര്യത്തിലും ഒരു മാറ്റമാണ്, പരിവർത്തനം വരുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ. 3 ഓഫ് കപ്സിന്റെ എനർജി വന്നപ്പോഴേ മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. വളരെ വലിയ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങളുടെ സമൂഹത്തിലെ, നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ച് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു, പരിവർത്തനത്തിനുള്ള സമയമായിരിക്കുന്നു. ഇവിടെ ബട്ടർഫ്ലൈ എങ്ങനെയാണോ പൂപ്പയിൽ നിന്ന് മുന്നോട്ട് വരുന്നത്, പുഴുവായി മനോഹരമായ ശലഭമായിട്ട് മുന്നോട്ട് വരുന്നത് എങ്ങനെയാണ്, അതിന് ഫ്രീഡം കിട്ടി പാറിപ്പറക്കാൻ കഴിയുന്നത് എങ്ങനെയാണോ, അതുപോലെ നിങ്ങളും വളരെ വലിയ ചേഞ്ച് വന്നിട്ട് സമൂഹത്തിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ പോകുന്നു. അതുപോലെ ഒരു പരിവർത്തനമാണ് നിങ്ങൾക്കും വരാൻ പോകുന്നത്. അത്ര നല്ല ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നിങ്ങളുടെ വസ്ത്രധാരണത്തിലായാലും നിങ്ങളുടെ സൗന്ദര്യത്തിലായാലും അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലായാലും ലക്ഷറി ലൈഫിലേക്കായാലും നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെ നല്ല ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യണം. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.